ലണ്ടനിൽ ഒരിക്കലെങ്കിലും പോകാൻ അവസരം കിട്ടിയാൽ ഒരിക്കലും മിസ് ചെയ്യരുതാത്ത ഒരു സ്ഥലമുണ്ട്. അതാണ് ക്യാംഡൻ മാർക്കറ്റ്. ഷോപ്പിങ്ങിനോ ഭക്ഷണം കഴിക്കാനോ മാത്രമല്ല, ഒരു പ്രത്യേക അനുഭവത്തിനാണ് ആളുകൾ ഇവിടെ എത്തുന്നത്. ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് ലണ്ടനിലെ ഏറ്റവും പ്രശസ്തമായ സ്ഥലങ്ങളിൽ ഒന്നായ ക്യാംഡൻ മാർക്കറ്റിലാണ്. വർഷം തോറും കോടിക്കണക്കിന് ആളുകൾ സന്ദർശിക്കുന്ന ഈ സ്ഥലം ഒരു സാധാരണ മാർക്കറ്റല്ല. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ആളുകളും വ്യത്യസ്ത സംസ്കാരങ്ങളും സ്ട്രീറ്റ് ഫുഡുകളും ആർട്ടും ഫാഷനും ലൈവ് മ്യൂസിക്കും അതിനൊപ്പം ചരിത്രത്തിന്റെ സ്പർശവുമെല്ലാം ഒരുമിച്ച് അനുഭവിക്കാൻ കഴിയുന്ന ഒരു അതുല്യമായ ഇടമാണിത്. ക്യാംഡൻ മാർക്കറ്റിലൂടെ നടക്കുമ്പോൾ ഓരോ വഴിക്കും ഓരോ കഥയുണ്ട്. ഒരു വശത്ത് കൈകൊണ്ട് നിർമ്മിച്ച ആഭരണങ്ങൾ, മറ്റൊരിടത്ത് പഴയ വിനൈൽ റെക്കോർഡുകൾ, മറ്റൊരു കോണിൽ ലോകത്തിന്റെ പല രാജ്യങ്ങളിലെയും വിഭവങ്ങളുടെ മണം. അങ്ങനെ ഓരോ ചുവടും പുതിയൊരു അനുഭവമാക്കി മാറ്റുന്ന സ്ഥലമാണിത്. പക്ഷെ ഇവിടെ ഞങ്ങളെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയ കാഴ്ച മാർക്കറ്റല്ല, ഈ കനാലും അതിലെ ക്യാംഡൻ ലോക്കുമാണ്. ഞങ്ങൾ ഇവിടെ നിൽക്കുമ്പോൾ ഒരു ബോട്ട് പതുക്കെ കനാലിലൂടെ എത്തി. ആദ്യം നോക്കിയപ്പോൾ ഇത് സാധാരണ ഒരു ഗേറ്റ് തുറന്ന് ബോട്ട് കടത്തിവിടുന്നത് പോലെ തോന്നി. പക്ഷെ കുറച്ചു നിമിഷങ്ങൾക്കുള്ളിൽ ഞങ്ങൾ ഒരു അത്ഭുതകരമായ എഞ്ചിനീയറിംഗ് സംവിധാനം നേരിൽ കണ്ടു. ബോട്ട് നേരെ പോകാൻ കഴിയില്ല, കാരണം മുന്നിലുള്ള കനാലിലെ വെള്ളത്തിന്റെ ഉയരം അടുത്ത ഭാഗത്തിനേക്കാൾ വ്യത്യസ്തമാണ്. അതുകൊണ്ട് ആദ്യം ബോട്ട് ഒരു പ്രത്യേക അറയ്ക്കുള്ളിലേക്ക് കടക്കും. അതിനുശേഷം പിന്നിലെ വലിയ ഗേറ്റ് അടച്ച് ആ അറയിലെ വെള്ളത്തിന്റെ അളവ് നിയന്ത്രിക്കുകയും ബോട്ട് മുകളിലേക്ക് പോകേണ്ടതാണെങ്കിൽ വെള്ളം നിറച്ച് അതിന്റെ നില ഉയർത്തും. താഴേക്ക് പോകേണ്ടതാണെങ്കിലോ വെള്ളം പുറത്തുവിട്ട് ജലനിരപ്പ് കുറയ്ക്കും. രണ്ടു ഭാഗത്തെയും ജലനിരപ്പ് ഒരുപോലെ ആയാൽ മാത്രമാണ് മുന്നിലെ ഗേറ്റ് തുറക്കുന്നത്. അപ്പോഴാണ് ബോട്ട് അടുത്ത ഭാഗത്തേക്ക് യാത്ര തുടരുന്നത്. ഇതിനെ കനാൽ ലോക്ക് സിസ്റ്റം എന്നാണ് വിളിക്കുന്നത്. ഇന്ന് ഇത് കാണുമ്പോൾ വളരെ സാധാരണമാണെന്ന് തോന്നിയേക്കാം. പക്ഷേ ഏകദേശം 200 വർഷങ്ങൾക്ക് മുൻപ് രൂപകൽപ്പന ചെയ്ത ഈ സംവിധാനം ഇന്നും കൃത്യമായി പ്രവർത്തിക്കുന്നു എന്നതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. വലിയ ക്രെയിനുകളോ ആധുനിക യന്ത്രങ്ങളോ ഇല്ലാതെ വെള്ളത്തിന്റെ സ്വാഭാവിക മർദ്ദവും ലളിതമായ എഞ്ചിനീയറിംഗ് ഉപയോഗിച്ച് ബോട്ടുകളെ ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യുന്നത് കാണുമ്പോൾ ശരിക്കും അത്ഭുതം തോന്നും. ഒരുപക്ഷെ വീഡിയോയിൽ കാണുന്നതിലും മനോഹരമാണ് ഇത് നേരിൽ കാണുന്നത്. ഗേറ്റ് പതുക്കെ അടയ്ക്കുന്നതും വെള്ളം ഉയരുന്നതും താഴുന്നതും ബോട്ട് മെല്ലെ പൊങ്ങുകയോ താഴുകയോ ചെയ്യുന്നതും അവസാനം മറുവശത്തെ ഗേറ്റ് തുറന്ന് ബോട്ട് യാത്ര തുടരുന്നതും ഇതെല്ലാം കുറച്ച് മിനിറ്റുകൾക്ക് മാത്രം നീളുന്ന ഒരു പ്രക്രിയയാണെങ്കിലും ഇത് കാണുമ്പോൾ സമയം പോകുന്നതേ അറിയില്ല. ഇതൊരു ബോട്ട് യാത്ര മാത്രമല്ല, ചരിത്രവും ശാസ്ത്രവും എഞ്ചിനീയറിംഗും പ്രകൃതിയും ഒരുമിച്ച് ചേർന്ന ഒരു മനോഹരമായ അനുഭവമാണ്. ഈ കനാൽ, അതായത് റീജൻസ് കനാൽ, ലണ്ടന്റെ വ്യവസായ ചരിത്രത്തിലെ ഒരു പ്രധാന ഭാഗമാണ്. ഒരു കാലത്ത് ചരക്കുകൾ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകാൻ ഉപയോഗിച്ചിരുന്ന ഒരു ജലപാത ഇന്ന് വിനോദസഞ്ചാരികളുടെ പ്രിയപ്പെട്ട സ്ഥലമായി മാറിയിരിക്കുകയാണ്. ക്യാംഡൻ മാർക്കറ്റിന്റെ തിരക്കും ആവേശവും ഒരു വശത്ത്, ഈ കനാലിന്റെ ശാന്തത മറുവശത്ത്. ഈ രണ്ട് അനുഭവങ്ങളും ഒരേ സ്ഥലത്ത് ലഭിക്കുന്നതാണ് ക്യാംഡനിനെ ഇത്രയധികം പ്രത്യേകമാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ എത്തുന്നവർ ഷോപ്പിംഗ് മാത്രം ചെയ്ത് മടങ്ങാറില്ല. കനാലിന്റെ തീരത്ത് കുറച്ചു നേരം ഇരിക്കുകയും ബോട്ടുകൾ കടന്നു പോകുന്നത് നോക്കുകയും ഒരു കപ്പ് കാപ്പിയോ ഇഷ്ടപ്പെട്ട ഭക്ഷണമോ കഴിച്ചുകൊണ്ട് ആ അന്തരീക്ഷം ആസ്വദിക്കും. ആ അനുഭവം തന്നെയാണ് പിന്നീട് ഏറ്റവും കൂടുതൽ ഓർമ്മയിൽ നിൽക്കുക. ലണ്ടൻ കാണുന്നത് ഒരു യാത്രയാണ്, പക്ഷെ ക്യാംഡൻ അനുഭവിക്കുന്നത് ഒരു ഓർമ്മയാണ്. നിങ്ങൾ ലണ്ടനിലേക്ക് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലിസ്റ്റിൽ ക്യാംഡൻ മാർക്കറ്റ് നിർബന്ധമായും ഉൾപ്പെടുത്തേണ്ടതാണ്.